അംഗങ്ങൾക്ക് മദ്യപിക്കാമോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി CPM-ലും CPI-ലും ഒക്കെ ഉയരുകയാണ്. CPM-ൽ മദ്യപാനം നിഷിദ്ധമാണ്, മദ്യപിക്കുന്നവർ ഈ പാർട്ടിയിൽ ഉണ്ടാവരുത് എന്ന് ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. പക്ഷേ CPI-ൽ ആശയക്കുഴപ്പം അവസാനിക്കുന്നില്ല. മദ്യപിക്കാമെന്നും പരസ്യമായി മദ്യപിച്ച് പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കരുതെന്നും പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇപ്പോൾ മുൻ നിലപാട് വിഴുങ്ങി. മാധ്യമങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പുതിയ വ്യാഖ്യാനം. മദ്യപാനം ഒരു ശീലമാക്കുകയോ പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ച നിലയിൽ പങ്കെടുത്ത് പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കുകയോ ചെയ്യരുത്. മദ്യപിച്ചുകൊണ്ട് പൊതുവേദിയിൽ ഹാജരാകാൻ പാടില്ല. മദ്യവർജനമാണ് പാർട്ടിയുടെ നയം. കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായിട്ട് മദ്യപിച്ച് 4 കാലിൽ വരാൻ പാടില്ല ജനങ്ങളുടെ മുമ്പിൽ. പാർട്ടി അംഗങ്ങൾ മദ്യപിക്കുന്നത് ശരിയാണോ എന്ന ഉൾപാർട്ടി സംശയങ്ങൾക്ക് അറുതി വരുത്താനെന്ന വണ്ണം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടി ആസ്ഥാനത്ത് വച്ച് ജനുവരി 10 പറഞ്ഞതാണിത്. മദ്യപാനവുമായി ബന്ധപ്പെട്ട പാർട്ടി പെരുമാറ്റച്ചട്ടത്തിൽ അണികൾക്കു മാത്രമല്ല നേതാക്കൾക്കും ആശയക്കുഴപ്പമുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സെക്രട്ടറിയുടെ വിശദീകരണം. എന്നാൽ നവയുഗത്തിലൂടെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് നൽകിയ കത്തിൽ നിലപാടിൽ നിന്ന് ബിനോയ് വിശ്വം പിന്നോട്ടു പോയി എന്ന് മാത്രമല്ല പഴി മുഴുവൻ മാധ്യമങ്ങൾക്ക് മേൽ ചാരുകയും ചെയ്തു. മുതലാളിത്ത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെയും പിടികൂടാനിടയുള്ള സാമൂഹ്യ തിന്മകളെക്കുറിച്ചും അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതിനെക്കുറിച്ചുമാണ് പെരുമാറ്റച്ചട്ടം പറയുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് വിരോധം തലയ്ക്ക് പിടിച്ച മാധ്യമ പ്രഭൃതികൾ മദ്യപാനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവാദം കൊടുത്തു എന്ന മട്ടിൽ വ്യാഖ്യാനിച്ചു എന്ന് ബിനോയ് വിശ്വം പരിതപിക്കുന്നു. അതേറ്റുപിടിക്കാൻ പാർട്ടിക്ക് അകത്തും പുറത്തുമുള്ളവർ ശ്രമിച്ചെന്നും വിമർശനമുണ്ട്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്നതിന് 5 കാരണങ്ങളും ഗവേഷണത്തിലെന്ന വണ്ണം ബിനോയ് കണ്ടെത്തി പറയുന്നുണ്ട്. ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ ചർച്ചകളിൽ രാഷ്ട്രീയ ഉള്ളടക്കമില്ലെന്ന നവയുഗത്തിന്റെ കഴിഞ്ഞ ലക്കത്തിലെ കത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. മാധ്യമങ്ങളിലൂടെ സെക്രട്ടറിയുടെ ഈ വിമർശനം ശ്രദ്ധയിൽപ്പെട്ട അണികൾ നിരവധി കത്തുകളാണ് സെക്രട്ടറിക്കെതിരെ പാർട്ടി ആസ്ഥാനത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പതിവില്ലാത്ത വിധമുള്ള ഈ മാധ്യമ വിമർശനത്തിന് ബിനോയ് വിശ്വത്തെ പ്രേരിപ്പിച്ചതെന്നാണ് കരുതുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.